അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തരികയാ, എന്റെ പ്രിയമുള്ളവരെ, റബീഉൽ അവ്വൽ കടന്നു വന്നല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ ജന്മദിനം കൊണ്ട് അനുഗ്രഹീതമായ മാസമാണല്ലോ റബീഉൽ അവ്വൽ. എല്ലാവരും ആഘോഷിച്ചല്ലോ. പാതിരാത്രി ഒരുമിച്ച് കൂടി എന്റെ പ്രിയപ്പെട്ടവരോട് റബീഉൽ അവ്വൽ ആഘോഷം. എന്റെ പ്രിയമുള്ളവരെ, പ്രായപൂർത്തിയാകാത്ത മക്കളാണ് നബിദിനം ആഘോഷിക്കേണ്ടത്, മറ്റുള്ളവർ ആഘോഷിക്കാനുള്ള ദിവസമല്ല. റബീഉൽ അവ്വൽ പ്രായപൂർത്തിയായവർക്ക് ആഘോഷത്തിന്റെ ദിവസമല്ല, അല്ലാഹുവിന്റെ റസൂൽ വഫാത്തായ ദിവസമാ. അല്ലാഹുവിന്റെ റസൂൽ വഫാത്തായ ദിവസമാ. പ്രവാചകൻ പോയെങ്കിൽ പിന്നെ നമ്മളും പോകണമല്ലോ. അല്ലാഹുവിന്റെ റസൂൽ പോയെങ്കിൽ പിന്നെ നമ്മളാരാ? നമ്മളും പോകേണ്ടവരാണല്ലോ. എന്റെ പ്രിയമുള്ളവരെ, റബീഉൽ അവ്വൽ 12 ഓർമ്മയുണ്ടോ? മഹാനായ അസ്റഫുൽ ഖൽഖായ തങ്ങളുടെ വഫാത്തിന്റെ ദിവസം നിനക്ക് ഓർമ്മയുണ്ടോ? മസ്ജിദുൻ നബവിയിൽ സുബ്ഹി ബാങ്ക് വിളിക്കുകയാണ്. റബീഉൽ അവ്വൽ 12 സുബ്ഹി ബാങ്ക് ബിലാൽ തങ്ങൾ മസ്ജിദുൻ നബവിയിൽ ബാങ്ക് വിളിച്ചു കഴിയുമ്പോ എല്ലാവരും പള്ളിക്കകത്തേക്ക് നിസ്കരിക്കാൻ കടന്നു വരികയാ. അല്ലാഹുവിന്റെ പ്രവാചകർ നിസ്കരിക്കാൻ തുടങ്ങുമ്പോ അവിടെന്ന് പറയുന്നു, ആയിഷ, ആ കർട്ടനൊന്ന് മാറ്റുവോ ആയിഷ? ആയിഷ ബീബി റളിയല്ലാഹു തആല അതാ വീടിന്റെ കർട്ടൻ അങ്ങോട്ട് മാറ്റുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകർ തന്റെ സഹാബത്ത് മുഴുവനും സുബഹി നിസ്കരിക്കുന്നത് നോക്കുകയാ. ഓരോ മനുഷ്യനും നിസ്കരിക്കുന്നത് നോക്കുകയാണ്. അവസാനം എല്ലാവരും അത്തഹിയ്യാത്തിലിരുന്നപ്പോ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ആയിഷ, കർട്ടന് തിരിച്ചു വിട് ആയിഷ. ആയിഷ ബീബി റളിയല്ലാഹു തആല കർട്ടൻ മറയ്ക്കുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, രോഗിയായി കിടക്കുകയാ. അല്ലാഹുവിന്റെ പ്രവാചകന് പനി കൂടുകയാ. വീടിനകത്താണെങ്കിൽ ആയിഷ ബീബി റളിയല്ലാഹു തആല, ഫാത്തിമ ബീബി റളിയല്ലാഹു തആല, രണ്ടുപേരും അല്ലാഹുവിന്റെ റസൂലിന്റെ വീടിനകത്തിരിക്കുകയാണ്. രണ്ടുപേരും അല്ലാഹുവിന്റെ റസൂലിന്റെ വീടിനകത്തിരിക്കുകയാ. അല്ലാഹുവിന്റെ റസൂൽ രോഗം കൂടിയിട്ട് തളർന്നു പോയി. പ്രവാചകന് മയങ്ങിക്കിടക്കുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകന് മയങ്ങിക്കിടക്കുമ്പോ ആയിഷ ബീബിയും ഫാത്തിമ ബീബി റളിയല്ലാഹു തആല രണ്ടുപേരും അല്ലാഹുവിന്റെ റസൂലിന്റെ ചാരത്ത് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ സമയമുണ്ടല്ലോ, വീടിന്റെ കവാടത്തിൽ ഒരു സലാം കേൾക്കുകയാ. അസ്സലാമു അലൈക യാ അഹ്ല ബൈത്തിൻ നുബുവ ഇഫ്തഹിൽ ബാബ്. ആരോ വീടിന്റെ കവാടത്തിൽ സലാം പറയുകയാ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ കുടുംബമേ, ഒന്ന് വാതിൽ തുറക്കുവോ, ഒന്ന് വാതിൽ തുറക്കുവോ. ആരോ വീടിന്റെ കവാടത്തിൽ സലാം പറയുകയാണ്. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അവിടെന്ന് വിളിച്ചു പറയുന്നു, മനുഷ്യ, അല്ലാഹുവിന്റെ പ്രവാചകന് രോഗം പിടിച്ചിട്ട് കിടക്കുകയാ. അല്ലാഹുവിന്റെ റസൂലിന് സംസാരിക്കാൻ കഴിയുന്നില്ല, പ്രവാചകന് മിണ്ടാൻ കഴിയുന്നില്ല. നിങ്ങൾ പോയിട്ട് പിന്നെ ഒരു ദിവസം വരാ വിളിച്ചു പറയുകയാ. കുറെ സമയം കഴിയുമ്പോ രണ്ടാമതും വീടിന്റെ കവാടത്തിൽ സലാം കേൾക്കുകയാണ്. അസ്സലാമു അലൈക യാ അഹ്ല ബൈത്തിൻ നുബുവ ഇഫ്തഹിൽ ബാബ്. രണ്ടാമതും വീടിന്റെ കവാടത്തിൽ സലാം പറയുകയാണ്. വാതിൽ തുറക്കാൻ പറയുകയാണ്. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല വീടിന്റെ കവാടത്തിന്റെ പടിയിലൂടെ നോക്കുമ്പോ ഒരു മനുഷ്യനെ കാണുകയാ. ഫാത്തിമ ബീബി വിളിച്ചു പറയുന്നു, എന്റെ ഉപ്പയ്ക്ക് സുഖമില്ല, പോയിട്ട് പിന്നെ വരിക. കുറെ സമയം കഴിഞ്ഞിട്ട് മൂന്നാമതും സലാം കേൾക്കുകയാ. അല്ലാഹുവിന്റെ പ്രവാചകർ വീടിന്റെ കവാടത്തിൽ വെച്ച് സലാം പറയുന്ന ശബ്ദം കേൾക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നു, ഫാത്തിമ, ആരാ ഫാത്തിമ, ആരാ ഫാത്തിമ? ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അല്ലാഹുവിന്റെ റസൂലിനോട് പറയുന്നു, വാപ്പാ, ആരെന്നറിയില്ല, കണ്ടിട്ട് പേടി തോന്നുന്നു വാപ്പാ, ഇന്ന് വരെ ആ മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല വാപ്പാ. എന്റെ പ്രിയമുള്ള പെങ്ങള്, അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ഫാത്തിമ വാതിൽ തുറക്ക് ഫാത്തിമ.
വാതിൽ തുറക്കു ഫാത്തിമ. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല വീടിന്റെ കവാടം തുറക്കുകയാണ്. വീടിന്റെ കവാടം തുറക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ഫാത്തിമ, അത് മലക്കുൽ മൗത്ത് അസ്റായീൽ. അത് അസ്റായീലാണ് ഫാത്തിമ. പാതിരാത്രി ഒരുമിച്ച് കൂടി എന്റെ പ്രിയപ്പെട്ട പെങ്ങളോട് അല്ലാഹുവിന്റെ പ്രവാചകന്റെ റൂഹ് പിടിക്കാമെന്ന അസ്റായീലിനെ കണ്ടിട്ട് ഫാത്തിമ ബീബി പോലും പേടിച്ചു പോയെന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല വീടിന്റെ സൈഡിലേക്ക് മാറി നിൽക്കുകയാണ്. ഫാത്തിമ ബീബി മാറി നിൽക്കുകയാണ്. അസ്റായീൽ അലൈഹിസ്സലാം കടന്നു വരികയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ ചോദിക്കുന്നു, അസ്റായീൽ, എന്നെ രോഗസന്ദർശനം നടത്താമെന്നതാണോ? അസ്റായീൽ അലൈഹിസ്സലാം പറയുന്നു, നബിയേ, രോഗസന്ദർശനം നടത്താൻ അങ്ങ് അനുവാദം തന്ന റൂഹ് പിടിക്കാമെന്നതാ നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെന്ന് പറയുന്നു, അസ്റായീൽ, എനിക്ക് ജിബ്രീലിനെ ഒന്ന് കാണണം. അസ്റായീൽ, എനിക്ക് ജിബ്രീലിനെ ഒന്ന് കാണണം. അസ്റായീൽ. അല്ലാഹുവിന്റെ പ്രവാചകനോട് അസ്റായീൽ അലൈഹിസ്സലാം പറയുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, ഒന്നാം ആകാശത്തിൽ നിന്ന് ജിബ്രീൽ കരയുന്നത് കണ്ട് നബിയേ. എന്റെ പ്രിയമുള്ളവരെ, ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വരികയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അസ്റായീൽ ജിബ്രീൽ അലൈഹിസ്സലാമിനോട് ചോദിക്കുകയാ, യാ ജിബ്രീൽ, ഞാൻ ചിരിച്ചപ്പോഴും ഞാൻ കരഞ്ഞപ്പോഴും എന്റെ സന്തോഷത്തിലും എന്റെ ദുഃഖത്തിലും നീ എന്റെ കൂടെ ഉണ്ടായിരുന്നല്ലോ ജിബ്രീൽ. എന്നെ യാത്രയാക്കാൻ എന്തേ നീ വരാത്തത്? എന്നെ യാത്രയാക്കാൻ ഈ അവസാന സമയത്ത് നീ എന്തേ വരാത്തത്? അല്ലാഹുവിന്റെ പ്രവാചകനോട് കരഞ്ഞുകൊണ്ട് ജിബ്രീൽ പറയുന്നു, നബിയേ, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, ഈ കിടപ്പ് കാണാൻ എന്നെ കൊണ്ട് കഴിയുന്നില്ല നബിയേ. ഈ കിടപ്പ് കാണാൻ എന്നെ കൊണ്ട് കഴിയുന്നില്ല നബിയേ. അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് ചോദിക്കുന്നു, ജിബ്രീൽ, എനിക്ക് സന്തോഷമുണ്ടാക്കുന്ന എന്തെങ്കിലും ഒന്ന് പറ ജിബ്രീൽ. എനിക്ക് സന്തോഷമുണ്ടാക്കുന്ന എന്തെങ്കിലും ഒന്ന് പറ ജിബ്രീൽ. ജിബ്രീൽ അലൈഹിസ്സലാം അല്ലാഹുവിന്റെ റസൂലിനോട് പറയുന്നു, നബിയേ, അങ്ങയുടെ സമുദായത്തിന്റെ കാര്യം അല്ലാഹു ഏറ്റെടുത്തിരിക്കുന്നു നബിയേ. അങ്ങയുടെ സമുദായമുണ്ടല്ലോ, മരിക്കുന്നതിന് ഒരു സെക്കൻഡ് മുമ്പ്, തൊണ്ടക്കുടിയിലേക്ക് റൂഹെത്തുന്നതിന് ഒരു സെക്കൻഡ് മുമ്പെങ്ങാട് അല്ലാഹുവിന്റെ നബിയേ, അങ്ങയുടെ ദാസന്മാര് തൗബ ചെയ്താൽ അല്ലാഹു അവന്റെ തൗബ സ്വീകരിക്കും നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെന്ന് പറയുന്നു, അസ്റായീൽ, റൂഹ് പിടിക്ക അസ്റായീൽ, റൂഹ് പിടിക്ക അസ്റായീൽ. അസ്റായീൽ അലൈഹിസ്സലാം റൂഹ് പിടിക്കാൻ തുടങ്ങുകയാ. ഈ പ്രപഞ്ചം തന്നെ സൃഷ്ടിക്കാൻ കാരണക്കാരനായ അസ്റഫുൽ ഖൽഖായ തങ്ങളുണ്ടല്ലോ, അവിടത്തെ കാലിന്റെ തള്ളവരിൽ നിന്ന് റൂഹ് പിടിക്കാൻ തുടങ്ങുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, റൂഹ് പിടിച്ച് കടന്നു വരുമ്പോ അല്ലാഹുവിന്റെ റസൂലുണ്ടല്ലോ, അല്ലാഹുവിന്റെ റസൂലുണ്ടല്ലോ, അവിടെന്ന് പറയുന്നു, അസ്റായീൽ, ഒന്ന് പതുക്കെ പിടിക്ക അസ്റായീൽ, ഒന്ന് പതുക്കെ പിടിക്ക അസ്റായീൽ. അല്ലാഹുവിന്റെ റസൂലിനോട് മലക്കുൽ മൗത്ത് പറയുന്നു, നബിയേ, ഒരുപാട് പേരുടെ റൂഹ് ഞാൻ പിടിച്ചിട്ടുണ്ട് നബിയേ. കൊച്ചു കുഞ്ഞുങ്ങളുടെ റൂഹ് പിടിച്ചിട്ടുണ്ട് നബിയേ. ഓരോ പ്രവാചകന്മാരുടെയും റൂഹ് ഞാൻ പിടിച്ചിട്ടുണ്ട് നബിയേ. പക്ഷേ ഇന്ന് വരെ എന്റെ കൈ വിറച്ചിട്ടില്ല നബിയേ. പക്ഷേ ഇന്നെന്റെ കൈ വിറയ്ക്കുന്നു നബിയേ. ഇന്നെന്റെ കൈ വിറയ്ക്കുന്നു നബിയേ. ഇസ്രായീൽ അലൈഹിസ്സലാം കരഞ്ഞുകൊണ്ട് പറയുന്നു, യാ റസൂലല്ലാഹ്,
ഇതിനെക്കാളും മയമായി റൂഹ് പിടിക്കാൻ എനിക്കറിയില്ല നബിയേ. എന്റെ പ്രിയമുള്ളവരെ, അള്ളാന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് മരണവേദന സഹിക്കാൻ കഴിയാതെ കടന്നുരുളുകയാണ്. അള്ളാന്റെ റസൂല് എന്റെ പ്രിയമുള്ളവരെ വേദന സഹിക്കാൻ കഴിയാതെ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുകയാണ്. ആ സമയം തന്റെ പ്രിയപ്പെട്ട ഭാര്യ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ അള്ളാന്റെ റസൂലിന്റെ ചാരത്തേക്ക് കടന്നു വന്നിട്ട് തലയെടുത്ത് തന്റെ മടിയിൽ വെക്കുകയാ. അള്ളാന്റെ റസൂലിന്റെ തലയെടുത്ത് ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ മടിയിൽ വെക്കുകയാണ്. പ്രവാചകന്റെ ശരീരം മുഴുവനും വിയർക്കുകയാ. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ അടുത്തിരിപ്പുണ്ട്. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ വെള്ളത്തിനകത്ത് തുണി മുക്കിയിട്ട് പ്രവാചകന്റെ മുഖം തുടച്ചു കൊടുക്കുകയാ. അള്ളാന്റെ റസൂലിന്റെ മുഖം തുടച്ചു കൊടുത്തു. വേദന സഹിക്കാൻ കഴിയാതെ പ്രവാചകൻ കടന്നു പുളയുകയാണ്. ആ സമയത്ത് അള്ളാന്റെ റസൂല് പറയുന്നു, ആയിഷ ഇന്നലിൽ മൗതി ലസകറാ. അല്ലാഹുവിന്റെ പ്രവാചകൻ നമുക്ക് നൽകിയ മൂന്നാമത്തെ മുന്നറിയിപ്പാണ് സഹോദരാ. എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ പ്രവാചകൻ ആയിഷ ബീവിയോട് പറയുന്നു, ആയിഷ ഇന്നലിൽ മൗതി ലസകറാ. മരണത്തിന് വല്ലാത്ത വേദനയാ ആയിഷ. ഒന്ന് തയ്യാറെടുക്കണേ ആയിഷ, ഒന്ന് പരിശ്രമിക്കണേ ആയിഷ, ഒന്ന് ദുആ ചെയ്യണേ ആയിഷ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റൂഹ് പിടിച്ച് അല്ലാഹുവിന്റെ പ്രവാചകന്റെ അരഭാഗത്തേക്ക് റൂഹ് കടന്നു വരുമ്പോ അല്ലാഹുവിന്റെ റസൂല് ചാടി എഴുന്നേറ്റിരിക്കുകയാണ്. വേദന സഹിക്കാൻ കഴിയാതെ പ്രവാചകൻ എഴുന്നേറ്റ് ഇരിക്കുന്നുണ്ട്, കിടക്കുന്നുണ്ട്, കടന്നുരുളുകയാണ്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ആ സമയത്താണ് അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന സ്വഹാബി വീട്ടിലേക്ക് കടന്നു വരുന്നത്. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയിഷ ബീവിയുടെ നെഞ്ചിൽ ഇങ്ങനെ ചാരിയിരിക്കുകയാ. എന്റെ പെങ്ങളെ, അല്ലാഹുവിന്റെ പ്രവാചകൻ ആയിഷ ബീവിയുടെ നെഞ്ചിൽ ഇങ്ങനെ ചാരിയിരിക്കുകയാണ്. ആ സമയത്ത് വീടിന്റെ കവാടത്തിൽ അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന സഹാബി കടന്നു വരുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ സഹാബിയുടെ കയ്യിലേക്ക് നോക്കുകയാ. ആ സഹാബിയുടെ കയ്യിലേക്ക് നോക്കുകയാണ്. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയ്ക്ക് മനസ്സിലായി ആ സഹാബിയുടെ കയ്യിൽ ഒരു മിസ്വാക്ക് ഇരിക്കുന്നുണ്ട്. അല്ലാഹുവിന്റെ പ്രവാചകന് പല്ല് തേക്കണമെന്ന് ആഗ്രഹമുണ്ടെന്ന് എന്റെ പെങ്ങളെ 18 വയസ്സുകാരി ആയിഷയ്ക്ക് മനസ്സിലാവുകയാ. അല്ലാഹുവിന്റെ പ്രവാചകന് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്താകുമ്പോ ആയിഷ ബീവിക്ക് 18 വയസ്സാണ്. ആയിഷ ബീവിക്ക് 18 വയസ്സാണ്. അല്ലാഹുവിന്റെ പ്രവാചകന് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പല്ല് തേക്കണമെന്ന് ആഗ്രഹമുണ്ടെന്ന് ആയിഷയ്ക്ക് മനസ്സിലാകുമ്പോ അല്ലാഹുവേ പടച്ചവനെ മിസ്വാക്ക് വാങ്ങുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ കയ്യിൽ വെച്ച് കൊടുത്തു. മിസ്വാക്ക് പിടിക്കാൻ അല്ലാഹുവിന്റെ റസൂലിന് കഴിയുന്നില്ല. മരണവേദന സഹിക്കാൻ കഴിയാതെ പ്രവാചകൻ കടന്ന് വേദന അനുഭവിക്കാൻ പറ്റാതെ കരയുകയാണ്. അല്ലാഹുവേ, ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ ആ മിസ്വാക്ക് വാങ്ങിയിട്ട് തന്റെ വായിൽ വെച്ച് കടിക്കുകയാണ്. എന്റെ പ്രിയമുള്ള പെങ്ങളെ, സ്വന്തം വായിക്കകത്ത് വെച്ച് മിസ്വാക്ക് കടിച്ച് പാകമാക്കിയിട്ട് കൊച്ചു കുഞ്ഞുങ്ങളുടെ പല്ല് തേച്ച് കൊടുക്കുന്നത് പോലെ, കൊച്ചു കുഞ്ഞുങ്ങളുടെ പല്ല് തേച്ച് കൊടുക്കുന്നത് പോലെ തന്റെ നെഞ്ചിലിങ്ങനെ ഭർത്താവിനെ ചേർത്ത് വെച്ചിട്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ പല്ല് തേച്ച് കൊടുക്കുകയാ. അല്ലാഹുവേ, റൂഹ് പിടിച്ച് അരയുടെ ഭാഗത്ത് വന്നു. ആ സമയം അല്ലാഹുവിന്റെ റസൂലിന്റെ വീടിന്റെ മുന്നില്, അല്ലാഹുവിന്റെ പ്രവാചകന്റെ വീടിന്റെ മുന്നില് അല്ലാഹുവിന്റെ റസൂലിന്റെ വളർത്തു മകനായ ഉസാമ റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ റസൂലിന്റെ വീടിനകത്തേക്ക് കടന്നു വരികയാ. പ്രവാചകന്റെ വളർത്തു മകനാ, പ്രവാചകന്റെ വളർത്തു മകനാ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവേ മിസ്വാക്ക് പിടിക്കാൻ ഉയരാത്ത കൈയുണ്ടല്ലോ. എന്റെ പ്രിയമുള്ള പെങ്ങളെ, എപ്പോഴും നീ പറയാറുണ്ട് മരണവേദനയുടെ വേദനയും നൊന്താണ് എന്റെ പൊന്നു മക്കളെ ഞാൻ പ്രസവിച്ചതെന്ന്.
പെങ്ങളെ, എന്റെ സഹോദരി, പ്രസവ വേദന ഏതാണെന്ന്, പ്രസവത്തിന്റെ വേദന എത്രയാണെന്ന് ലോകത്ത് ഒരാണിനും അറിയില്ല. എന്റെ പെങ്ങളെ, അത് അനുഭവിച്ച പെണ്ണിനല്ലാതെ ആ വേദനയെ കുറിച്ച് വേറെ ആർക്കും അറിയില്ല. അല്ലാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് റൂഹ് പിടിച്ച് അരയുടെ ഭാഗത്ത് വന്നപ്പോ തന്റെ വളർത്തുമകൻ ഉസാമ റളിയല്ലാഹു തആല അൻഹയോട് ആയിഷ ബീവി പറയുന്നുണ്ട്, പല്ല് തേക്കാൻ സ്വന്തം കൈ പൊങ്ങാത്ത നബി, വേദന സഹിക്കാൻ കഴിയാതെ കൈ പൊക്കാൻ കഴിഞ്ഞില്ല അല്ലാഹുവിന്റെ റസൂലിന്. ആ പ്രവാചകന് 2 കൈയും ഉയർത്തുകയാണ്. 2 കൈയും ഇങ്ങനെ ഉയർത്തിയിട്ട് ചേർത്ത് പിടിച്ചിട്ട് തന്റെ വളർത്തുമകൻ ഉസാമയോട് പറയുന്നു, ഉസാമ, എനിക്ക് വേണ്ടിയൊന്ന് ദുആ ചെയ്യ് പൊന്നുമോനെ, എനിക്ക് വേണ്ടിയൊന്ന് ദുആ ചെയ്യ് പൊന്നുമോനെ, മരണവേദന എന്നെ കൊണ്ട് താങ്ങാൻ കഴിയുന്നില്ല ഉസാമ, അല്ലാഹു എന്നോട് കരുണ കാണിക്കാൻ, അല്ലാഹു എന്നോടൊന്ന് കരുണ കാണിക്കാൻ ഒന്ന് ദുആ ചെയ്യ് ഉസാമ. അല്ലാഹുവിന്റെ റസൂല് പോലും പറഞ്ഞു പോയെങ്കില്, അല്ലാഹുവിന്റെ റസൂല് പോലും മരണവേദന സഹിക്കാൻ കഴിയാതെ കരഞ്ഞു പോയെങ്കിൽ, എന്റെ പ്രിയമുള്ളവരെ, ഞാനും നിങ്ങളും മരിക്കേണ്ടവരാണല്ലോ. ആ ചിന്ത നിനക്കുണ്ടോ? ആ ചിന്ത നിനക്കുണ്ടോ? അല്ലാഹുവിന്റെ റസൂലിന്റെ റൂഹ് പിടിക്കാമെന്ന അസ്റായിലിനെ കണ്ടിട്ട് ഫാത്തിമ ബീവി പോലും കരഞ്ഞു പോയെങ്കിൽ, അല്ലാഹുവിന്റെ റസൂലിന്റെ പൊന്നുമോള് പോലും പേടിച്ചു പോയെങ്കിൽ, അല്ലാഹുവേ, നമ്മുടെ അവസ്ഥ ചിന്തിച്ചിട്ടുണ്ടോ? ഓരോ നബിദിനം ഇങ്ങനെ ആഘോഷിച്ച് തീർത്താ പോരല്ലോ, ഓരോ നബിദിനവും ആഘോഷിച്ച് തീർത്താ പോരല്ലോ. അല്ലാഹുവിന്റെ റസൂല് പോലും മരണവേദന സഹിക്കാൻ കഴിയാതെ കരഞ്ഞു ദുആ ചെയ്യാൻ പറഞ്ഞെങ്കിൽ, എന്റെ പ്രിയമുള്ള പെങ്ങളെ, പ്രസവ വേദന അറിഞ്ഞ നിനക്ക് എങ്ങനെയാ പെണ്ണ് ടിവിയുടെ പെണ്ണിലിരുന്ന് നിസ്കാരം കളയാക്കാൻ പറ്റുന്നത്? നീ അനുഭവിച്ചവളല്ലേ? അല്ലാഹുവേ, നീ വേദന അനുഭവിച്ചവളാണ്, എന്നിട്ടും എങ്ങനെ കഴിയുന്നു പെണ്ണ് ടിവിയുടെ പെണ്ണിലിരിക്കാൻ? ഞങ്ങളാരും പ്രസവ വേദന അറിഞ്ഞിട്ടില്ല. അത്ര വലിയ വേദന ഒരാളും സഹിച്ചിട്ടില്ല. ഞങ്ങൾക്കറിയില്ലെന്ന് പറയാൻ പെണ്ണെ, അറിഞ്ഞ നിനക്കെങ്ങനെ കഴിയുന്നടി? 3ഉം 4ഉം പെറ്റ ഉമ്മ, നീ ടിവിയുടെ ഫ്രണ്ടിലിരുന്ന് നിന്റെ ജീവിതം തുലയ്ക്കുകയല്ലേ? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, 60 വയസ്സായിട്ട് ഒരു മനുഷ്യൻ നന്നായില്ലെങ്കിൽ പിന്നെ അവനെ നന്നാക്കില്ലെന്ന് നബിയുനാ റസൂലുള്ളാഹി. അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, വയസ്സ് കുറേയായി, പ്രായം കുറേയായി, ചില ഉപ്പമാരെ കണ്ടിട്ടില്ലേ, മുടിയെല്ലാം നരച്ച് രോഗിയായി മരണവും കാത്തിരുന്നു, എന്നാലും ഒരു സുബ്ഹാനല്ലാഹ് പോലും പറയാത്ത ഉപ്പമാര്, പള്ളിയിൽ കേറാത്ത ഉപ്പമാര്. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഇബ്നു മസ്ഊദ് തങ്ങൾ പറയുന്നു, 60 വയസ്സായിട്ട് നന്നാകാത്തവനെ അല്ലാഹ് പിന്നെ നന്നാക്കൂല. നീ വിചാരിക്കുന്നുണ്ടോ റൂഹ് പിടിക്കുന്ന സമയത്ത് നീ ഒന്ന് പൊട്ടിക്കരഞ്ഞു ദുആ ചെയ്യാമെന്ന് നീ കരുതുന്നെങ്കിൽ നിനക്കതിന് കഴിയണ്ടേ വാപ്പാ? അല്ലാഹുവിന്റെ റസൂൽ അവസാനം റൂഹ് പിടിച്ച് തന്റെ തൊണ്ടയുടെ ഭാഗത്ത് വന്നപ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ ചുണ്ട് ചലിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ ചുണ്ട് ചലിക്കുകയാ. എന്റെ പ്രിയമുള്ളവരെ, അടുത്തിങ്ങനെ ചെവി കൊണ്ട് ചേർത്ത് വെച്ചപ്പോ അല്ലാഹുവിന്റെ റസൂൽ അവസാനം നമ്മളോട് പറഞ്ഞത്, പൊന്നുമക്കളെ, നിസ്കാരം മറക്കല്ലേ, 5 നേരത്തെ നിസ്കാരം മറക്കല്ലേ, അല്ലാഹ് നിന്നെ വെറുതെ വിടൂല ചെറുപ്പക്കാരാ. അല്ലാഹുവേ, റബീഉൽ അവ്വൽ മാസമായാൽ പോലും അല്ലാഹുവേ, നിസ്കരിക്കാത്ത എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് മരിക്കുന്ന സമയത്തും അല്ലാഹുവിന്റെ റസൂല് നമ്മളോട് പറഞ്ഞു തന്നത്, മോനെ, 5 നേരത്തെ നിസ്കാരം മറക്കല്ലേ, അല്ലാഹ് നിന്നെ വെറുതെ വിടൂല. എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ വാഴ്ന്നു നിർത്തുകയാ. നിസ്കാരത്തിന്റെ കാര്യം മറക്കല്ലേ, നിസ്കാരത്തിന്റെ കാര്യം മറക്കല്ലേ. മരണവേദന വല്ലാത്ത വേദനയാ പെങ്ങളെ.